ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിബനാച്ചി സീരീസ് എങ്ങനെ ഈസിയായി കോഡ് ചെയ്യാമെന്നതാണ്. ഇതിനെ പല രീതിയിൽ ഫിബനാക്കി എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ സീരീസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സീരീസിൻ്റെ ആദ്യത്തെ നമ്പർ 0യും രണ്ടാമത്തെ നമ്പർ 1ഉമാണ്. അതിനൊരിക്കലും മാറ്റമില്ല. ഇനി മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 0 + 1ൻ്റെ ആൻസർ എത്രയാണ്? 1. അതാണ്. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 + 1ൻ്റെ ആൻസർ ആയ 2. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 + 2ൻ്റെ ആൻസർ ആയ 3. അടുത്തതോ 2 + 3 ആയ 5. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ലോജിക്കിലേക്കൊന്ന് പോകാം. ഞാൻ 3 വേരിയബിൾസ് എടുക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, അതുപോലെ ആൻസർ. ആദ്യമേ സീരീസിൽ 0 ആണല്ലോ, അത് ഞാൻ ഫസ്റ്റിലോട്ട് വെച്ചു. രണ്ടാമത് ഏതാണ്? 1 ആണ്, അത് ഞാൻ സെക്കൻഡിലോട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ കോഡ് എങ്ങനെ വരും? ഫസ്റ്റ് = 0, സെക്കൻഡ് = 1. ഇനി ഈ 0യും 1ഉം പ്രിന്റ് ചെയ്യിക്കണമല്ലോ. അപ്പോൾ പ്രിന്റ് ഫസ്റ്റ്, സെക്കൻഡ്. അപ്പോൾ എങ്ങനെ പ്രിന്റ് ആകും? 0, 1. ഇത്രയും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 0യും 1ഉം ആഡ് ചെയ്തിട്ടുള്ള ആൻസർ പ്രിന്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ആൻസ് എന്നൊരു വേരിയബിൾ ഞാൻ എടുത്തത്. ആൻസ് = ഫസ്റ്റ് + സെക്കൻഡ്. ഇപ്പോൾ ആൻസ് എന്ന വേരിയബിളിൽ 0 + 1, അതായത് 1 ഉണ്ട്. ഇനി ഞാൻ അതിനെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. പ്രിന്റ് ആൻസ്, അതായത് 0, 1, 1 വരെ എനിക്ക് കിട്ടി. ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണോ ആഡ് ചെയ്യേണ്ടത് അതിനെയാണ് ഫസ്റ്റും സെക്കൻഡും വേരിയബിൾസിൽ വെക്കുന്നത്. ഏത് നമ്പറാണോ ആൻസർ അതാണ് ആൻസിൽ വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 1ഉം അടുത്ത 1ഉം തമ്മിലല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റിലേക്ക് ഇതും സെക്കൻഡിലേക്ക് ഇതും വെക്കണ്ടേ? അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ സെക്കൻഡിലുള്ള വാല്യൂവിനെ ഫസ്റ്റിലേക്ക് കോപ്പി ചെയ്തു. അതായത് ഫസ്റ്റ് = സെക്കൻഡ്. ഇപ്പോൾ ഫസ്റ്റിൽ എന്തായി? 1 ആയി മാറി. ഇനി ഞാൻ ഈ ആൻസറിലുള്ള വാല്യൂ അതിനെ സെക്കൻഡിലോട്ട് കോപ്പി ചെയ്തു. സെക്കൻഡ് = ആൻസർ. ഇപ്പോൾ ഫസ്റ്റിൽ 1ഉമായി സെക്കൻഡിലും 1 ആയല്ലേ. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് സെക്കൻഡും ആഡ് ചെയ്ത് അതിൻ്റെ ആൻസർ ആൻസിലേക്ക് വെക്കണം. ആ കോഡ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പിലിട്ടാൽ മതി. അപ്പോൾ ആൻസ് = ഫസ്റ്റ് + സെക്കൻഡ്, അതായത് 1 + 1. അപ്പോൾ ആൻസിൽ ഇപ്പോൾ എന്തായി? 2. അത് കഴിഞ്ഞ് എന്താ കോഡ് ചെയ്തിരിക്കുന്നത്? പ്രിന്റ് ആൻസ്. അപ്പോൾ 2 പ്രിന്റ് ആയി. വീണ്ടും എന്ത് സംഭവിച്ചു? ഫസ്റ്റ് = സെക്കൻഡ്, അതായത് സെക്കൻഡിലുള്ള വാല്യൂ ആയ 1നെ എങ്ങോട്ട് കോപ്പി ചെയ്തു? ഫസ്റ്റിലേക്ക് കോപ്പി ചെയ്തു. ഇപ്പോൾ നിലവിൽ 1 തന്നെ ആയതുകൊണ്ടാണ് ആ വ്യത്യാസം മനസ്സിലാവാത്തത്. അതിൻ്റെ അടുത്ത കോഡ് എന്താണ്? സെക്കൻഡ് = ആൻസ്. ആൻസിലുള്ള 2നെ എങ്ങോട്ട് കോപ്പി ചെയ്തു? സെക്കൻഡിലേക്ക് കോപ്പി ചെയ്തു. ഇപ്പോൾ ഫസ്റ്റിൽ 1ഉം സെക്കൻഡിൽ 2ഉം ആണുള്ളത്. വീണ്ടും എന്ത് ചെയ്യുന്നു? ലൂപ്പ്. ആൻസ് = ഫസ്റ്റ് + സെക്കൻഡ്, അതായത് 1 + 2. അപ്പോൾ ആൻസിൽ ഇപ്പോൾ എത്രയാണുള്ളത്? 3. പ്രിന്റ് ആൻസ് എന്ന് പറയുമ്പോൾ 3 പ്രിന്റ് ചെയ്തു. വീണ്ടും ഫസ്റ്റ് = സെക്കൻഡ്, അതായത് സെക്കൻഡിലുള്ള വാല്യൂ ആയ 2നെ നമ്മൾ ഫസ്റ്റിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ 2 ആണുള്ളത്. ഇനി അടുത്ത കോഡ് = ആൻസ്, അതായത് ആൻസിലുള്ള 3നെ യെസ്സിലേക്ക് കോപ്പി ചെയ്തു. വീണ്ടും ലൂപ്പ് ചെയ്യുമ്പോൾ ആൻസ് = f + s, അതായത് ആൻസ് = 2 + 3, ദാറ്റ് ഈസ് 5. പ്രിന്റ് ആൻസ് എന്ന് പറയുമ്പോൾ 5 പ്രിന്റ് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് ചെയ്ത് എത്ര വേണമെങ്കിലും ദൂരം പോകാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഇടണമല്ലോ. എത്ര എണ്ണം പ്രിന്റ് ചെയ്യണം അത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കും. ലിമിറ്റ് = int of
ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലിമിറ്റ് എന്ന് കൊടുക്കാം. യൂസർ 5 എന്നാണ് ലിമിറ്റ് എൻ്റർ ചെയ്തതെങ്കിൽ അതിനർത്ഥം 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. 0, 1, 1, 2, 3 5 നമ്പർ ആയല്ലോ. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പ്രിന്റ് FS എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഓൾറെഡി 2 എണ്ണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബാക്കി ഇനി എവിടെ തൊട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്? 3ാമത്തെ നമ്പർ തൊട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഫോർ I ഇൻ റേഞ്ച് 1 സ്റ്റാർട്ട് ചെയ്യുക 3, കാരണം ഞാൻ പറഞ്ഞു 2 എണ്ണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. തൊട്ട് ലിമിറ്റ് +1. ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി റൺ ചെയ്യുമ്പോൾ എൻ്റർ ലിമിറ്റ് 5. അപ്പോൾ നമുക്ക് 5 നമ്പേഴ്സ് കിട്ടി. 0ഉം 1ഉം കഴിഞ്ഞ് ഒരു ന്യൂ ലൈനിലാണ് ബാക്കി നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതുപോലെ end ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് കോഡ്സിൽ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ താഴത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലും അത് കൊടുക്കണം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 7. കണ്ടോ, 7 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.